ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളും അവയുടെ വ്യത്യാസങ്ങളുമാണ് നാം പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്, അഥവാ സം ആൻഡ് എനി എന്നുള്ളതാണ്. ലെറ്റ്സ് ഗോ. ഈ രണ്ട് വാക്കുകളെക്കുറിച്ചും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസുകളോടൊപ്പമാണ്. ഉദാഹരണം പറയുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. ഐ ഹാവ് സം ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ഇതേ സെൻറ്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കി ഒന്ന് പറഞ്ഞു നോക്കാം. ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്. ഈ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിൽ സം എന്നതിന് പകരം എനി എന്നുള്ള വാക്കാണ് നാം ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം കൂടി പറയാം. ഐ നീഡ് സം മണി. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് നീഡ് എനി മണി. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എനി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി സം എന്ന വേർഡ് കൊണ്ടും എനി എന്ന വാക്കുകൊണ്ടും കുറച്ചധികം വാക്കുകളുണ്ട്. അവയെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം ഉദാഹരണങ്ങൾ കൂടെ ഒന്ന് പോയി വരാം. സം കൊണ്ടുള്ള വാക്കുകൾ ഇവയാണ്: സംവൺ, സംബഡി, സംതിങ് ആൻഡ് സംവേർ. അതേസമയം എനി എന്നതുകൊണ്ടുള്ള വാക്കുകൾ എനിവൺ, എനിബഡി, എനിത്തിങ് ആൻഡ് എനിവേർ. ഓക്കെ, ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മുടെ മൈൻഡിലൊന്ന് സ്റ്റിക്കാവാൻ വേണ്ടി കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഐ സോ സംവൺ. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സംവൺ എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം, ഐ മെറ്റ് സംബഡി. പോസിറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. സംബഡി എന്ന രണ്ടാമത്തെ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും ഒപ്പം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, സംവൺ എന്നുള്ളതും സംബഡി എന്നുള്ളതും ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകളൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഡിഡിൻ സീ എനിവൺ. ഐ ഡിഡിൻ മീറ്റ് എനിബഡി. ഈ രണ്ട് ഉദാഹരണങ്ങളിലും എനിവൺ എന്നും എനിബഡി എന്ന ഉപയോഗിച്ച രണ്ട് ഉദാഹരണങ്ങളും നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, ഞാൻ ഒരാളെയും മീറ്റ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഉദാഹരണം പറഞ്ഞു നോക്കാം. ഐ വെൻറ്റ് സംവേർ. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സംവേർ എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. ഐ ഡിഡിൻ ഗോ എനിവേർ. നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് എനി അടങ്ങുന്ന എനിവേർ എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സംവേർ എന്ന് പറഞ്ഞാലും എനിവേർ എന്ന് പറഞ്ഞാലും ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റൻസുകളിൽ നാം ഉപയോഗിക്കാറുള്ളത്. ലാസ്റ്റ് എക്സാമ്പിൾ, ഐ ബോട്ട് സംതിങ്. ഞാൻ ഒരു സാധനം വാങ്ങി. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. സം എന്നടങ്ങിയിട്ടുള്ള സംതിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ഡിഡിൻ ബൈ എനിത്തിങ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എനി ഉൾക്കൊള്ളുന്ന എനിത്തിങ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തെങ്കിലും സാധനത്തെക്കുറിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എനിത്തിങ് എന്നുള്ളതും സംതിങ് എന്നുള്ളതും ഉപയോഗിക്കുന്നത്. ഡിഫറൻറ്റ് മനസ്സിലാക്കണം. സംതിങ് ആവുമ്പോൾ പോസിറ്റീവും എനിത്തിങ് ആകുമ്പോൾ നെഗറ്റീവുമാണ് ഉപയോഗിക്കുന്നത്. മൈ ഡിയേഴ്സ്, that's it for today's video. I hope you enjoyed and you got the difference between any and some. I'll see you, my dears, in my next video. Bye.